അനിശ്ചിതത്വങ്ങൾക്കും അഭ്യൂഹങ്ങൾക്കുമൊടുവിൽ റായ്ബറേലിയിൽ കോൺഗ്രസ് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിന് തൊട്ടുപിന്നാലെ നാമനിർദ്ദേശക പത്രിക സമർപ്പിച്ച് രാഹുൽ ഗാന്ധി. നെഹ്റു കുടുംബത്തിൻ്റെ ശക്തികേന്ദ്രമായ റായ്ബറേലിയിൽ അമ്മ സോണിയാഗാന്ധിക്കും സഹോദരി പ്രിയങ്ക ഗാന്ധിക്കുമൊപ്പം എത്തിയാണ് രാഹുൽ പത്രിക സമർപ്പിച്ചത്. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ അടക്കമുള്ള മുതിർന്ന നേതാക്കളും പത്രിക സമർപ്പണത്തിന് രാഹുലിനൊപ്പം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 2 പതിറ്റാണ്ടിലേറെയായി സോണിയാഗാന്ധിയെ ലോക്സഭയിലെത്തിച്ച മണ്ഡലമായ റായ്ബറേലി ഉത്തർപ്രദേശിൽ കോൺഗ്രസിൻ്റെ അവശേഷിക്കുന്ന ഒരേയൊരു സീറ്റാണ്. അതുകൊണ്ട് തന്നെ വലിയ ലക്ഷ്യമാണ് രാഹുൽ ഗാന്ധിക്ക് മുന്നിലുള്ളത്. മുൻ സിറ്റിംഗ് സീറ്റ് അമേഠിയിൽ ഒരു അംഗത്തിന് കൂടിയില്ല എന്ന നിലപാടാണ് വയനാടിന് പുറമെ റായ്ബറേലിയിലേക്ക് രാഹുൽ ഗാന്ധി എത്തിച്ചത്. നേരത്തെ അമേഠിയിൽ രാഹുൽ ഗാന്ധിയും റായ്ബറേലിയിൽ നിന്ന് പ്രിയങ്കയും മത്സരിക്കുമെന്നായിരുന്നു പാർട്ടി കേന്ദ്രങ്ങളിൽ നിന്ന് തന്നെ ലഭിച്ച സൂചനകൾ. എന്നാൽ മത്സരരംഗത്തേക്കില്ല എന്ന നിലപാടിൽ പ്രിയങ്ക ഉറച്ചു നിന്നതോടെ രാഹുലിനെ പാർട്ടി സ്ഥാനാർത്ഥിയെ നിശ്ചയിക്കുകയായിരുന്നു. കോൺഗ്രസിന് ഏറ്റവും സുരക്ഷിതമായ സീറ്റുകളിലൊന്നാണ് റായ്ബറേലി. ഇതുവരെ നടന്ന 20 തെരഞ്ഞെടുപ്പുകളിൽ 17ലും കോൺഗ്രസ് ഇവിടെ വിജയം ആഘോഷിച്ചിട്ടുണ്ട്. അതേസമയം ചരിത്രത്തിൽ കോൺഗ്രസിൻ്റെ അപ്രതീക്ഷിത തോൽവിക്കും റായ്ബറേലി സാക്ഷ്യം വഹിച്ചിട്ടുണ്ട്. ഒരു സിറ്റിംഗ് പ്രധാനമന്ത്രി തെരഞ്ഞെടുപ്പിൽ പരാജയപ്പെട്ട മണ്ഡലമാണ് റായ്ബറേലി. അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം 1977 തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധി ജനതാ പാർട്ടിയുടെ രാജ് നാരേനിയോടാണ് ഇവിടെ പരാജയപ്പെട്ടത്. നേരത്തെ രാഹുൽ ഗാന്ധിയുടെ മുത്തച്ഛനും ഇന്ദിരാഗാന്ധിയുടെ ഭർത്താവുമായ ഫിറോസ് ഗാന്ധിയും ഇതേ മണ്ഡലത്തിൽ നിന്ന് പാർലമെൻറ്റിൽ എത്തിയിരുന്നു. 2004 സോണിയാഗാന്ധി ആദ്യമായി റായ്ബറേലിയിൽ നിന്നും ലോക്സഭയിലേക്ക് വിജയിക്കുന്നത്. 2019 വരെ മണ്ഡലം അവരെ കൈവിട്ടിട്ടില്ല എന്നത് മണ്ഡലത്തിലെ കോൺഗ്രസിൻ്റെ ശക്തി അടിവരയിടുന്നു. 2014 2019 മോദി തരംഗത്തിലും റായ്ബറേലി കോൺഗ്രസിനും സോണിയയ്ക്കും ഒപ്പം നിന്നു. കഴിഞ്ഞ തവണ 1.60 ലക്ഷത്തിലധികം വോട്ടിൻ്റെ ഭൂരിപക്ഷത്തിലായിരുന്നു സോണിയയുടെ വിജയം. 2019 തെരഞ്ഞെടുപ്പിൽ 2ാം സ്ഥാനക്കാരനായ BJPയുടെ ദിനേശ് പ്രതാപ് സിംഗ് തന്നെയാണ് രാഹുൽ ഗാന്ധിയുടെ മുഖ്യ എതിരാളി. മെയ് 20 അമേഠിയിലും റായ്ബറേലിയിലും അടക്കമുള്ള മണ്ഡലങ്ങളിൽ വോട്ടെടുപ്പ് നടക്കുന്നത്. അതേസമയം റായ്ബറേലിയിൽ വിജയം കോൺഗ്രസിനും രാഹുലിനൊപ്പമാണെങ്കിൽ വയനാട് മണ്ഡലം ഉപേക്ഷിക്കേണ്ടി വരും. ഇത്തവണയും വിജയം ഉറപ്പിച്ച മണ്ഡലമായ വയനാട്ടിൽ ഭൂരിപക്ഷം ഉയർത്തുക എന്ന ലക്ഷ്യമായിരുന്നു കോൺഗ്രസിന് മുന്നിലുള്ളത്. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്നാൽ പ്രിയങ്ക ഗാന്ധി മത്സരിക്കാനുള്ള സാധ്യതയും പാർട്ടി വൃത്തങ്ങൾ തള്ളിക്കളയുന്നില്ല. അല്ലെങ്കിൽ മുസ്ലിം സ്ഥാനാർത്ഥിയെ പരിഗണിക്കുന്നതും UDFൻ്റെ മുന്നിലുണ്ട്. നിലവിൽ കേരളത്തിൽ ഒരു മുസ്ലിം സ്ഥാനാർത്ഥിയെ മാത്രമാണ് കോൺഗ്രസ് മത്സരിപ്പിച്ചത്. മുസ്ലിം ലീഗിന് ശക്തമായ സ്വാധീനമുള്ള മണ്ഡലം കൂടിയാണ് വയനാട്. രാഹുൽ മത്സരിക്കുന്നില്ലെങ്കിൽ ഈ സീറ്റ് വേണമെന്ന് സീറ്റ് വിഭജന വേളയിൽ മുസ്ലിം ലീഗ് ആവശ്യപ്പെട്ടിരുന്നു. ന്യൂസ് ഡെസ്ക് 1 ഇന്ത്യ മലയാളം.